People exclusive. നിബന്ധനകൾ പാലിക്കാതെ കേരള കേന്ദ്ര സർവകലാശാലയിൽ നിയമനവും സ്ഥാനക്കയറ്റവും നേടിയെടുത്ത ജോയിന്റ് രജിസ്ട്രാർ എസ് ഗോപിനാഥിന്റെ ഭാര്യ കെ വിബ്ജിയോറും സർവീസിൽ പ്രവേശിച്ചതും ചട്ടങ്ങൾ പാലിക്കാതെ തന്നെ. പീപ്പിൾ ടിവി നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായി. അരുണാചൽ പ്രദേശിലെ കേന്ദ്ര സർവകലാശാല പുറത്താക്കിയ വിബ്ജിയോറിന് ഭരണസമിതിയും വിസിയും ചേർന്ന് വഴിവിട്ട നിയമനത്തിനൊപ്പം മുൻഗണന മറികടന്ന് സ്ഥാനക്കയറ്റത്തിനും അവസരം നൽകി. ബിരുദാനന്തര ബിരുദത്തിൽ 55% മാർക്ക് വേണമെന്ന നിബന്ധന പാലിക്കാതെ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായി നേരിട്ട് സർവീസിൽ പ്രവേശിക്കുകയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ചട്ടവിരുദ്ധമായി ജോയിന്റ് രജിസ്ട്രാറായി സ്ഥാനക്കയറ്റം നേടിയെടുക്കുകയും ചെയ്ത എസ് ഗോപിനാഥന്റെ ഭാര്യ കെ വിബ്ജിയോറും ഇതേ സർവകലാശാലയിൽ ഉദ്യോഗം നേടിയത് വഴിവിട്ട മാർഗങ്ങളിലൂടെ. ഇതിന് അവസരമൊരുക്കിയത് സർവകലാശാല ഭരണസമിതിയായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മുൻ വൈസ് ചാൻസലർ ജാൻസി കെ ജെയിംസും. എസ് ഗോപിനാഥും ഭാര്യ കെ വിബ്ജിയോറും അരുണാചൽ പ്രദേശിൽ രാജീവ് ഗാന്ധി കേന്ദ്ര സർവകലാശാലയിൽ ജീവനക്കാരായിരിക്കെ സിക്കിം കേന്ദ്ര സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷനിൽ സേവനം ആരംഭിച്ചു. ഇതിനിടെയാണ് കേരള കേന്ദ്ര സർവകലാശാല ആരംഭിക്കുന്നത്. ഇതോടെ രണ്ടുപേരും ഡെപ്യൂട്ടേഷനിൽ തന്നെ കേരളത്തിലെത്തി. 2 വർഷത്തെ ഡെപ്യൂട്ടേഷന് ശേഷം എസ് ഗോപിനാഥ് അരുണാചൽ സർവകലാശാലയിലെ ജോലി ഉപേക്ഷിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിൽ നേരിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാറായി സർവീസിലെത്തി. UD ക്ലർക്കായി ഭാര്യ വിബ്ജിയോറിന് 1 വർഷത്തേക്കായിരുന്നു കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷൻ നിയമനം. 2010 സെപ്റ്റംബർ 14 ഇവരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചെങ്കിലും സർവീസിൽ തിരികെ പ്രവേശിച്ചത് 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 2011 ഫെബ്രുവരി 8-ന്. എന്നാൽ ഉടൻ തന്നെ 2 വർഷത്തെ അവധി അപേക്ഷ നൽകി വിബ്ജിയോർ കേരളത്തിലേക്ക് മടങ്ങി. അവധി അപേക്ഷ തള്ളിയ അരുണാചൽ പ്രദേശിലെ രാജീവ് ഗാന്ധി സർവകലാശാല 2011 സെപ്റ്റംബർ 29-ന് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സർവീസ് ചട്ടങ്ങൾ പാലിക്കാത്തതിന് മറ്റൊരു കേന്ദ്ര സർവകലാശാല പിരിച്ചുവിട്ട വിബ്ജിയോറിനെ കേരള കേന്ദ്ര സർവകലാശാലയിൽ നേരിട്ട് സർവീസിലെടുത്തു. മാനുഷിക പരിഗണന എന്ന നിലയിലായിരുന്നു ഈ നിയമനം. വിബ്ജിയോറിനെ സർവീസിലെടുക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് നിയമോപദേശം ലഭിച്ചിട്ടും അത് അവഗണിച്ചുകൊണ്ടായിരുന്നു ജോയിന്റ് രജിസ്ട്രാറുടെ ഭാര്യയ്ക്ക് നിയമനം നൽകിയത്. ഭർത്താവിന് പിന്നാലെ ഭാര്യയ്ക്കും വഴിവിട്ട രീതിയിൽ നിയമനം നൽകി. നിയമനങ്ങളിൽ പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയാണ് കേരള കേന്ദ്ര സർവകലാശാല. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സോളാർ കേസ് പ്രതി മണിലാലിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയില്ല. എസ്കോർട്ടിന് ആളില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. മണിലാലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി പറയേണ്ടിയിരുന്നത്. അതേസമയം മണിലാലിന്റെ അഭിഭാഷകൻ കേസിൽ നിന്ന് പിന്മാറി. സരിതയുടെ സമ്മർദ്ദം മൂലമാണ് പിന്മാറിയത്. മുഖ്യമന്ത്രിയും മണിലാലുമായുള്ള ബന്ധം പുറത്തുവിട്ടത് പീപ്പിൾ ടിവി ആയിരുന്നു. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2012-ൽ തലശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 3-ാം പ്രതിയാണ് മണിലാൽ. സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനുമാണ് 1ഉം 2ഉം പ്രതികൾ. കേസിൽ തലശ്ശേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മണിലാലിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മണിലാലിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയില്ല. എസ്കോർട്ടിന് പോലീസുകാരില്ല എന്ന കാരണം പറഞ്ഞാണ് മണിലാലിനെ കോടതിയിൽ ഹാജരാക്കാതിരുന്നത്. മണിലാലിന്റെ സഹോദരൻ റിജീഷ് മുഖ്യമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവി പുറത്തുവിട്ടിരുന്നു. ഈ വാർത്ത കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുകയും ചെയ്തു. മണിലാൽ ജാമ്യം നേടി പുറത്തിറങ്ങിയാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന ഭീതിയിലാണ് സർക്കാർ. മണിലാലിന്റെ കേസിന്റെ വിശദാംശങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കോടതിയിലും മണിലാലിന്റെ കേസുകൾ വാദിക്കുന്ന അഭിഭാഷകരോട് പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. അതേസമയം തലശ്ശേരി കോടതിയിൽ മണിലാലിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് സലീൽ കുമാർ പിന്മാറി. സരിത എസ് നായരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സലീൽ പിന്മാറിയതെന്നാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്. സോളാർ കേസ് പ്രതി മണിലാലിന്റെ സഹോദരൻ റിജേഷുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചതിന്റെ ശബ്ദരേഖ VS സുനിൽകുമാർ MLA സോളാർ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കി. ശബ്ദരേഖ മാധ്യമങ്ങൾക്ക് നൽകിയത് താനല്ലെന്നും സുനിൽകുമാർ കമ്മീഷനെ അറിയിച്ചു. സോളാർ കേസ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ഉമ്മൻചാണ്ടി സഹായം നൽകിയെന്നും ഇതിനായി മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയ തൃശൂരിലെ ഭരണകക്ഷി MLA 50,000 രൂപ പ്രതിയുടെ സഹോദരന് കൈമാറിയെന്നും സോളാർ കമ്മീഷൻ മുമ്പാകെ VS സുനിൽകുമാർ MLA മൊഴി നൽകിയിരുന്നു. തൃശൂരിൽ UDF കൺവെൻഷൻ നടക്കവേ പ്രതി മണിലാലിന്റെ സഹോദരൻ റിജേഷും അമ്മയും മുഖ്യമന്ത്രിയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് MLA നിയോഗിച്ചതെന്ന് റിജേഷ് തന്നോട് പറഞ്ഞതായും സുനിൽകുമാർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് റിജേഷും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം അടങ്ങിയ CD സുനിൽകുമാർ കമ്മീഷന് മുൻപാകെ ഹാജരാക്കി. ഫോൺ സംഭാഷണ രേഖ മാധ്യമങ്ങൾക്ക് നൽകിയത് താനല്ലെന്നും സുനിൽകുമാർ കമ്മീഷനോട് പറഞ്ഞു. ഫോൺ സംഭാഷണം മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. ഈ ശബ്ദരേഖ മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. പണം കൊടുത്തു എന്ന കാര്യം പണം കൊടുത്ത MLA അതും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ശബ്ദരേഖ വ്യാജമല്ല എന്നുള്ളതും അത് യഥാർത്ഥത്തിൽ അദ്ദേഹം തമ്മിൽ നടത്തിയ സംഭാഷണമാണെന്നുള്ളതും നേരത്തെ സരിതയുടെ കേസുകൾ ഒതുക്കി തീർക്കാൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ആ പണം ചെലവഴിക്കപ്പെട്ടുള്ളതിൻ്റെ സോഴ്സ് ഇതുവരെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല, അത് അന്വേഷിച്ചിട്ടില്ല. സോളാർ കേസിൽ വ്യക്തിവിരോധമോ രാഷ്ട്രീയ വൈരാഗ്യങ്ങളോ ഇല്ലെന്നും
MLA എന്ന നിലയിൽ തട്ടിപ്പിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ മാത്രമാണെന്നും സുനിൽകുമാർ കമ്മീഷന് മുൻപാകെ മൊഴി നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനതല ഡ്യൂട്ടി മീറ്റിൽ 1ാം സ്ഥാനത്തെത്തിയ കോഴിക്കോട് ഡോഗ് സ്ക്വാഡിലെ ബെഡ്ഡി ദേശീയ മീറ്റിലേക്കുള്ള പരിശീലനത്തിന്റെ തിരക്കിലാണ്. സംസ്ഥാനത്തെ വമ്പന്മാരെ പിറകിലാക്കിയ ബെഡ്ഡി പഞ്ചാബിൽ നടക്കുന്ന ദേശീയ ഡ്യൂട്ടി മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. കാഴ്ചയിലേക്ക്. എന്തും സംശയത്തോടെ നോക്കുന്ന പോലീസുകാരെ പോലെ തന്നെ ഇവളും അല്പനേരം സംശയത്തോടെ ക്യാമറ നോക്കി. വല്ല സ്ഫോടക വസ്തുക്കൾ ആണോ? സ്നിഫർ ഡോഗ്സിന്റെ സ്റ്റേറ്റ് ഡ്യൂട്ടി മീറ്റിൽ 1ാം സ്ഥാനത്തെത്തിയ കോഴിക്കോട് ഡോഗ് സ്ക്വാഡിലെ ബഡ്ഡിക്ക് ഇത് ക്യാമറയാണെന്നറിഞ്ഞപ്പോൾ പിന്നെ പല പോസുകൾ ചെയ്ത് ഷൈൻ ചെയ്യലായി. പോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, മൈക്ക് കണ്ടപ്പോൾ അവൾക്ക് സംസാരിക്കുകയും വേണം. ബഡ്ഡി സ്പീക്ക്. ക്യാമറയ്ക്ക് മുമ്പിൽ അല്പം ഗമയോടെ ഹാൻഡ്ലർ സന്തോഷിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു. അനുസരണശീലവും എല്ലാം പെട്ടെന്ന് ഗ്രസിച്ചെടുക്കാനുള്ള കഴിവുമാണ് 1.5 വയസ്സുകാരിയായ ബഡ്ഡിയെ തൃശൂരിൽ നടന്ന സ്റ്റേറ്റ് ഡ്യൂട്ടി മീറ്റിൽ എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ 1ാം സ്ഥാനക്കാരിയാക്കിയത്. ഇതോടെ ഏപ്രിലിൽ നടക്കുന്ന ദേശീയ ഡ്യൂട്ടി മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ഈ മിടുക്കിയാണ്. ഏത് സ്ഫോടക വസ്തുക്കളും വളരെ വേഗത്തിലും കൃത്യതയോടെയും കണ്ടുപിടിക്കുന്നതിലാണ് ഇവളുടെ മിടുക്ക്. ഡോഗ് സ്ക്വാഡ് ഇൻചാർജ് ഓഫീസർ. വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാറുണ്ട്, പെട്ടെന്ന് പഠിച്ചെടുക്കുകയും നല്ലൊരു സ്നിഫർ ഡോഗായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിരക്കുള്ള ആളാണ്. അധിക നേരം ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാൻ ബഡ്ഡിക്ക് സമയമില്ല. പരിശീലനത്തിനുള്ള സമയമായി. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം ഷമീമ സലാം. യൂറോപ്യൻ യൂണിയന്റെ നിരോധനം നീങ്ങിയതോടെ മുതലമടയിൽ നിന്നുള്ള മാമ്പഴ കയറ്റുമതി പുനരാരംഭിച്ചു. 8 മാസത്തെ നിരോധനം നീങ്ങിയെങ്കിലും വിളവ് കുറഞ്ഞത് കയറ്റുമതിയെ സാരമായി ബാധിച്ചെന്ന് കർഷകർ പറയുന്നു. കീടനാശിനി അംശം കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ കേരളത്തിൽ നിന്നുള്ള മാമ്പഴ ഇറക്കുമതി നിരോധിച്ചിരുന്നത്. പാലക്കാട് മുതലമടയിൽ നിന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാമ്പഴം കയറ്റുമതി ചെയ്യുന്നത്. മുതലമട, കൊല്ലങ്കോട് പഞ്ചായത്തുകളിലായി 4000 ഹെക്ടറിലധികം സ്ഥലത്ത് മാമ്പഴ കൃഷി നിലവിലുണ്ട്. യൂറോപ്യൻ യൂണിയൻ നിരോധനം നീക്കിയതോടെ മുതലമടയിൽ മാമ്പഴ കയറ്റുമതി സജീവമാണ്. ഫെബ്രുവരി 2ാം വാരത്തോടെയാണ് കയറ്റുമതി പുനരാരംഭിച്ചത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഉത്പാദനത്തെ സാരമായി ബാധിച്ചു. വിപണിയിലെ ആവശ്യത്തിനനുസരിച്ച് വിളവ് ലഭിക്കാത്തത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിച്ചെന്ന് കർഷകനായ സുരേഷ് പറഞ്ഞു. ഏറ്റവും നല്ല രീതിയിലുള്ള മാങ്ങ വിളവ് പാകമായിട്ടുള്ള മാങ്ങ എക്സ്പോർട്ടിങ് പോകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വരുമാനം ആ വഴിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വിളവ് കുറവായത് കാരണം കർഷകർ നന്നായിട്ട് അത് ബാധിക്കും. കൊടുക്കാൻ കഴിയുന്നില്ല. ഡിമാൻഡിനനുസരിച്ചിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല മുതലുടൻ മാങ്ങ. മുൻ വർഷങ്ങളിലെ സീസണിൽ 4500 ടൺ മാമ്പഴം വരെ ഇവിടെ നിന്ന് കയറ്റി അയച്ചിരുന്നു. 1 ഹെക്ടർ തോട്ടത്തിൽ നിന്ന് ശരാശരി 8 മുതൽ 10 ടൺ മാമ്പഴം ലഭിക്കും. സിന്ദൂരം, അൽഫോൺസ്, കാലാപ്പാടി, ബങ്കനപ്പള്ളി തുടങ്ങിയ ഇനങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിൽ അധികവും. ഏപ്രിൽ പകുതിയോടെ ഇത്തവണത്തെ വിളവെടുപ്പ് പൂർത്തിയാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.